ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്ഥോധ്യായഃ. ദശമസ്കന്ധത്തില് 14-ാം അധ്യായത്തില് ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മസ്തുതി എന്നറിയപ്പെടും. അതിൽ 15 ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി 16-ാമത്തെ ശ്ലോകം. അത്രൈവ മായാധമനാവതാരേ ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ചാന്തർജഠരേ ജനന്യ മായാത്വമേവ പ്രകടീകൃതം തേ. പദച്ഛേദം. അത്ര ഏവ മായാധമന അവതാരേ ഹി അസ്യ പ്രപഞ്ചസ്യ ബഹിഃ സ്ഫുടസ്യ കൃഷ്ണസ്യ ച അന്തർജഠരേ ജനന്യ മായാത്വം ഏവ പ്രകടീകൃതം തേ. ഭഗവാന്റെ മായ കൊണ്ട് മോഹിച്ച ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അമ്മയ്ക്ക് ഈ മായ കാണിച്ചു കൊടുത്തല്ലോ. എപ്പോഴാണ്? ഒന്ന് ഭഗവാൻ കോട്ടുവായിട്ട സമയത്ത് യശോദ ഭഗവാന്റെ വായിൽ നോക്കിയപ്പോൾ സകല ചരാചരങ്ങളും സകല ലോകങ്ങളും വായിൽ കണ്ടു. പിന്നെ ഒരു സമയത്ത് കുട്ടികൾ മണ്ണ് തിന്നു എന്ന് വന്ന് പറഞ്ഞപ്പോൾ യശോദ വാ തുറന്നു കാണിക്കാൻ പറഞ്ഞു. അപ്പോഴും യശോദ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ വായിൽ സകല ലോകങ്ങളും സകല ചരാചരങ്ങളും പിന്നെ ആ ഗോകുലവും താനും കൃഷ്ണനും എല്ലാം അതിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങയുടെ അമ്മയെ പോലും മായ കൊണ്ട് ഭ്രമിപ്പിച്ചല്ലോ. ജനനിക്ക് മായ കാട്ടിക്കൊടുത്തു. അതായത് ഈ പ്രപഞ്ചം സത്യമല്ല, എല്ലാം ഇരിക്കുന്നത് ഭഗവാനിലാണ് എന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുത്തല്ലോ എന്ന് പറയുകയാണ്. അത്ര ഏവ മയാധമന മായയെ ശമിപ്പിക്കുന്നവനെ, മായാധിനാഥൻ, മായയെ ഇല്ലാതാക്കുന്നവൻ. അത്ര ഏവ അവതാരേ, ഈ അവതാരത്തിൽ തന്നെ ബഹിഃ സ്ഫുടസ്യ, ബാഹ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്ന കൃഷ്ണസ്യ, സമസ്തമായ അസ്യ, ഈ പ്രപഞ്ചത്തിന്റെ ജനന്യ, അങ്ങയുടെ അമ്മയ്ക്ക് തേ, അങ്ങയുടെ ജഠരത്തിൽ അന്തഃ, ഉള്ളിൽ, മായാത്വം ഏവ, മായ എന്നുള്ള അവസ്ഥ തന്നെ പ്രകടീകൃതം, കാട്ടിക്കൊടുക്കപ്പെട്ടു. അപ്പൊ മായ എന്താണ് എന്ന് അങ്ങയുടെ അമ്മയ്ക്കും കാട്ടിക്കൊടുത്തല്ലോ. അങ്ങ് മണ്ണ് തിന്നപ്പോൾ അങ്ങയുടെ വായിലെ സകല ചരാചരങ്ങളെയും യശോദ ദർശിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചം സത്യമല്ല എന്നുള്ള ബോധം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രൈവ ഏവ മയാധമനവതാരേ യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ചാന്തർജഠരേ ജനന്യ മായാത്വമേവ പ്രകടീകൃതം തേ. ശ്ലോകം 17. യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ യത്ത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ. യസ്യ കുക്ഷൗ ഇദം, അതാണ് കുക്ഷാവിദം, കുക്ഷൗ പ്ലസ് ഇദം, സർവം സ ആത്മം ഭാതി യഥാ തഥാ തത് ത്വയി അപീഹ, തത്ത്വയി അപീഹ തത്സർവം കിമിദം മായയാ വിനാ. ഇഹ, ഇവിടെ ഇതം സർവം, ഇതൊക്കെയും യസ്യ, യാതൊരുത്തന്റെ കുക്ഷിയിൽ യഥാഭാതി, ഏത് വിധം പ്രകാശിക്കുന്നുവോ, തത്സർവം, അതൊക്കെയും, തഥാ, അപ്രകാരം, സാത്മം, ആത്മാവിനോടുകൂടി വണ്ണം, ത്വയി അപി, അങ്ങയിലും ഭാതി, ശോഭിക്കുന്നു. അപ്പോൾ പുറമേ ലോകം ഏത് വിധം കാണപ്പെടുന്നുവോ അത് തന്നെയാണ് ആ കാണപ്പെടുന്ന
ആ ലോകങ്ങളെല്ലാം അങ്ങയുടെ ജഡരത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജഡരാന്തർഭാഗത്തിൽ അത് പ്രകാശിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് മുഴുവനും മായ തന്നെയാണ്. അപ്പം ബാഹ്യപ്രപഞ്ചം സത്യമല്ല. സത്യമായിട്ടുള്ള ഒരു വസ്തു ഭഗവാനേ ഉള്ളൂ. ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. തിരിച്ച് ഭഗവാനിൽ തന്നെ അത് ലയിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് മായയാണ്. അപ്പം ബാഹ്യപ്രപഞ്ചത്തിന്റെ പ്രതിബിംബമല്ല ഇത് ഉള്ളിൽ കണ്ടത്. എന്നുള്ള സത്യവും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ. ശ്ലോകം 18. അദ്യൈവ ത്വതിർദേസ്യ കിം മമനത്തെ മായാത്വമാദി ആദർശിതം ഏകോസി പ്രഥമം തതോ വ്രജസുഹൃദ്വത്സാ സമസ്താഭി താവന്തോസി ചതുർഭുജ തദഖിലൈസാകം മയോപാസിത സ്ഥാവന്ത്യേവ ജഗന്ത്യഭൂത് തദമിദം ബ്രഹ്മദ്വയം ശിഷ്യതേ. പദച്ഛേദം. അദ്യ ഏവ ത്വത് ഹൃദേ അസ്യ കിം മമ നതേ മായാത്വം ആദർശിതം ഏകക അസി പ്രഥമം തതഃ വ്രജസുഹൃത് വത്സ സമസ്താഭി താവന്തഃ അസി ചതുർഭുജ തദഖിലൈ സാകം മയോ ഉപാസിത താവന്തി ഏവ ജഗന്തി അഭൂഹു തത് അമിതം ബ്രഹ്മ അദ്വയം ശിക്ഷേതേ. അദ്യ ഏവ ഇപ്പോൾ തന്നെ ത്വത് ഹൃദേ അങ്ങയെ കൂടാതെ അസ്യ ഈ വിശ്വത്തിന്റെ മായാത്വം മായ തന്നെ എന്ന് തേ അങ്ങയാൽ മേ എനിക്കായിക്കൊണ്ട് കിംന ആദർശിതം ദർശിക്കപ്പെട്ടിട്ടില്ലയോ. അപ്പോൾ ഈ ലോകം മുഴുവനും മായ തന്നെയാണ്, ഈ പ്രപഞ്ചം മുഴുവനും മായ തന്നെയാണെന്ന് അങ്ങ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നില്ലയോ. അതായത് ബ്രഹ്മാവ് പശുക്കുട്ടികളെ മറച്ചപ്പോൾ 1 വർഷം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ആ ബ്രഹ്മാവ് മറച്ച പശുക്കുട്ടികളെല്ലാം ഇതാ ഇവിടെയും നിൽക്കുന്നു. അപ്പൊ ഇത് ഭഗവാന്റെ മായയല്ലേ. പ്രഥമം ആദ്യം ഏകക ഒരുവൻ അസീഭവിക്കുന്നു. ആദ്യമേ അങ്ങ് ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. തതഹ അനന്തരം വ്രജസുഹൃത്വത്സ വ്രജത്തിലുള്ള സുഹൃത്തുക്കളും പശുക്കുട്ടികളും സമസ്താഭി സകലവും അസീഭവിക്കുന്നു. അപ്പോൾ ആദ്യം ഭഗവാൻ ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും മറച്ചപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണൻ ആ പശുക്കുട്ടികളും ഗോപക്കുട്ടികളുമായി വിവിധ രൂപങ്ങൾ എടുക്കുന്നു. താവന്ത അത്ര പേരും ചതുർഭുജ 4 കൈകളുള്ളവരായിരുന്നു. ഭഗവാനെ പോലെ 4 കൈകളുള്ളവരായിരുന്നു. മയാസാകം എന്നോടുകൂടി അഖിലൈഹി സകലന്മാരും ഉപാസിത സേവിക്കപ്പെട്ടവരാകുന്നു. ബ്രഹ്മാവ് നോക്കുമ്പോൾ ചതുർഭുജധാരിയായിട്ട് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും കാണുന്നു. പിന്നെ ബ്രഹ്മാവ് മുതലായ ദേവന്മാരെല്ലാം ആ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മാവ് കാണുന്നത്. താവന്തി ഏവ അത്രമാത്രം തന്നെ ജഗന്തി ലോകങ്ങളായിട്ടും അഭൂഭവിച്ചു. അപ്പോൾ എത്ര ബ്രഹ്മാണ്ടമുണ്ടോ അതെല്ലാം അവിടെ കാണപ്പെട്ടു. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവാണ്. ഇവിടെ ധാരാളം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു നേരത്തെ. താവന്തിയേവ അത്ര തന്നെ ജഗന്തി ലോകങ്ങളായിട്ടും ഭവിച്ചു. അത് ഹേതുവായിട്ട് അദ്വയം രണ്ടില്ലാത്തതും അമിതം അപരിച്ഛിന്നവുമായ ബ്രഹ്മം ശിഷ്യതേ ശേഷിക്കുന്നു. അപ്പോൾ ഭഗവാൻ അല്ലാതെ ഈ ലോകത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അത് മുഴുവൻ മായ തന്നെ. ഭഗവാൻ പശുക്കുട്ടികളെയും ഗോപന്മാരെയും എല്ലാം ബ്രഹ്മാവ് മറച്ചു കഴിഞ്ഞപ്പോൾ
അവരെല്ലാം ഭഗവാൻ തന്നെയായി മാറി. എന്നിട്ട് ആ വിവിധ രൂപങ്ങളെടുത്ത ഭഗവാൻ വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മാവ് വന്ന് നോക്കുമ്പോൾ ആദ്യം ഭ്രമിച്ചു പോയി. പിന്നീട് ആ ഭഗവാന്റെ കരുണ കൊണ്ട് തന്നെ ഇത് ഭഗവാൻ തന്നെയാണെന്ന് ബ്രഹ്മാവിന് ബോധ്യമാകുന്നു. എന്നിട്ട് ബ്രഹ്മാവും അതുപോലെ എല്ലാ ദേവന്മാരും ഇവരെ ഉപാസിക്കുന്നതായിട്ടും ബ്രഹ്മാവ് കണ്ടു. എന്നിട്ട് ഓരോരുത്തരെയും ഓരോരോ ബ്രഹ്മാണ്ടം ചുറ്റിയിരിക്കുന്നതായിട്ടും കണ്ടു. അദ്യൈവ ത്വദ്ദേശ്യ കിം മമ നിധേ മയാ ത്വമാദർശിതം ഏകോസി പ്രഥമം തതോ വ്രജസുഹൃത് വത്സാ സമസ്താഭി താവന്തോസി ചതുർഭുജാസ്തദഖിലൈ സായം മയോപാസിത താവന്ദേവ ജഗന്ത്യഭൂ സ്തദമിദം ബ്രഹ്മാദ്വയം ശിഷ്യതേ. ശ്ലോകം 19. അജാനതാം ത്വത്പദവീമനാത്മനി ആത്മാത്മനാഭാസി വിദത്യമായ സൃഷ്ടാവിവാഹം ജഗതോ വിധാന ഇവ ത്വമേഷ അന്ത ഇവ ത്രിനേത്രഃ. അജാനതാം ത്വത്പദവീം അനാത്മനി ആത്മാ ആത്മനാ ഭാസി വിദത്യമായാം സൃഷ്ടൗ ഇവ അഹം. അതാണ് സൃഷ്ടാവിവാഹം. സൃഷ്ടാവിവാഹം സൃഷ്ടൗ പ്ലസ് ഇവ പ്ലസ് അഹം ജഗതഃ വിധാന ഇവ ത്വം ഏഷഃ അന്ത ഇവ ത്രിനേത്രഃ. തത്പദവി അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ അജാനത അറിയാത്തവർക്ക് അനാത്മനി പ്രകൃതിയിൽ ആത്മാ ഇരിക്കുന്ന അങ്ങ് ആത്മനായേവ ആത്മാവിനാൽ തന്നെ മായാവിധത്യ മായയെ വിസ്തരിച്ചിട്ട് ജഗത ലോകത്തിൻ്റെ സൃഷ്ടിയിൽ അഹം ഇവ ഞാനെന്ന പോലെയും വിധാനെ പാലനത്തിൽ ഏഷഹാത്വം ഇവ ഈ അങ്ങെന്ന പോലെയും അന്തേ നാശത്തിൽ ത്രിനേത്ര പരമേശ്വരൻ എന്ന പോലെയും ശോഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി മാറിയത്. സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ ബ്രഹ്മാവായിട്ടും സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണുവായിട്ടും ഇനി അത് നശിക്കുമ്പോൾ ഭഗവാൻ രുദ്രനായിട്ടും ഭവിക്കുന്നു. അജാനതാം ത്വത്പദവീമനാത്മനി ആത്മാത്മനാഭാസി വിദത്യമായ സൃഷ്ടാവിവാഹം ജഗതോ വിധാന ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്രാം. അടുത്ത ശ്ലോകം 20. സുരേഷു ഋഷീഷു ഈശ തഥൈവ നൃഷ്വഭി തിര്യക്ഷു യാദസ്വഭി തേജനാജനസ്യ ജന്മാസദാം ദുർമദ നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ. സുരേഷു ഋഷീഷു ഈശ തഥൈവ നൃഷു അഭി തിര്യക്ഷു യാദസ്സു അഭി തേ ജനസ്യ ജന്മാസദാം ദുർമദ നിഗ്രഹായ വിഭോ വിധായത സദ അനുഗ്രഹായ ച. ഈശ ഹേ ഈശ പ്രഭോ സർവസമർത്ഥ വിധാത സൃഷ്ട്യാദി കർമ്മങ്ങളിൽ സമർത്ഥനായവനെ സുരേഷു ദേവന്മാരിലും ഋഷീഷു ഋഷികളിലും തഥായേവ അങ്ങനെ തന്നെ നൃഷു അഭി നരന്മാരിലും തിര്യക്ക് പക്ഷിമൃഗാദികളിലും യാദസ്വഭി ജലജന്തുക്കളിലും അജനസ്യ ജന്മരഹിതനായിരിക്കുന്ന തേ അങ്ങയ്ക്ക് ജന്മം ജനനം അസദാം അസത്തുക്കളുടെ ദുർമത നിഗ്രഹായ ദുഷ്ടമായ മതത്തിൻ്റെ നാശത്തിനായിക്കൊണ്ട് സദനുഗ്രഹായ സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു. ഭഗവാന് എന്തിനാണ് അവതാരമെടുക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം സാധുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നത്. സുരേഷു ദേവന്മാരിൽ ഭഗവാൻ വാമനനായിട്ടും ദേവന്മാരെ സംരക്ഷിക്കാൻ വാമനനായിട്ടും ഋഷികളിൽ പരശുരാമനായിട്ടും മനുഷ്യരിൽ രാമകൃഷ്ണന്മാരായിട്ടും തിര്യക്ക്
അതായത് പക്ഷിമൃഗാദികൾ വരാഹമായിട്ടും ജലജന്തുക്കൾ മത്സ്യമായിട്ടും സ്വേച്ഛയാ സ്വരൂപങ്ങൾ ധരിച്ച് ലോകത്തെ രക്ഷിക്കുന്നു. അപ്പോൾ ഏത് അവതാരം വേണമെങ്കിലും ഭഗവാന് സ്വന്തം ഇച്ഛ കൊണ്ട് എടുക്കാം. സുരേഷ് ഋഷീശ്രീശ തഥൈവ നൃഷ്വപി തിര്യക്ഷുയാതസ്വപി തേജനസ്യ ജന്മാസതാം ദുർമത നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ ച. ശ്ലോകം 21. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോതിർ ഭവത ത്രിലോക്യാം കോ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. കഹ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരഃ ഊതിഃ ഭവതഃ ത്രിലോക്യാം ക്വ വാ കഥം വാ കതി വാ കഥയേതി കഥ ഇതി, അതാണ് കഥേതി. വിസ്താരയൻ ക്രീഡസി യോഗമായ. ഭൂമൻ, ഹേ അപരിഛിന്ന ഭഗവൻ സർവ ഐശ്വര്യയുക്ത, പരാത്മൻ സർവ അന്തര്യാമിൻ, യോഗേശ്വര അചിന്ത്യ യോഗപ്രഭാവമുള്ളവനെ, ഭവതക അങ്ങയുടെ, ഊതിഹി ഊതി എന്ന് വെച്ചാൽ ലീലകളാണ്, ലീലകളെ, ക്വാവ എവിടെ, കഥം വാ എങ്ങനെ, കതിവ എത്ര, കഥ എപ്പോൾ, യോഗമായ സ്വരൂപശക്തിയെ വിസ്തരിക്കുന്നവനായി, ക്രീഡസീതി ക്രീഡിക്കുന്നവനായിട്ട്, ത്രിലോക്യം ത്രിലോകത്തിൽ, കോ ആർവേത്തി ആരറിയുന്നു, അങ്ങയുടെ സ്വരൂപ ശക്തി ഏത് വിധമെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഏത് ദിക്കിൽ ഏത് രൂപത്തിൽ എങ്ങനെ പ്രകാശിക്കണം, പ്രകാശിച്ചുകൊണ്ട് കളിക്കാം എന്ന് വിചാരിച്ച് ഭഗവാൻ എവിടെ നിന്നാണ് ഈ ശക്തി ഉണ്ടാകുന്നത്, ഏതുവിധം ലീലകൾ കൊണ്ടാണ് അങ്ങയുടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് വിചാരിക്കുന്നതെന്നും ഈ 3 ലോകങ്ങളിലുള്ളിൽ ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ, ആർക്കും അറിയാൻ കഴിയില്ല. അതിനാൽ അങ്ങയുടെ മഹിമ നിർണയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോദേ ഭവതസ്ത്രിലോക്യാം കോ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായ. ശ്ലോകം 22. തസ്മാദിദം ജഗദശേഷ സത്സ്വരൂപം സ്വപ്നാഭം അസ്തദിഷണം പുരുദുഃഖ ദുഃഖം ത്വയേവ നിത്യ സുഖബോധതനാവനന്ദേ മായാത ഉദ്യത്തപി യത് സദ് ഇവ അവഭാസേ. തസ്മാത് ഇദം ജഗത് അശേഷം സത്സ്വരൂപം സ്വപ്നാഭം അസ്തതിഷണം പുരുദുഃഖ ദുഃഖദം ത്വയി ഏവ നിത്യ സുഖബോധ തനൗ പ്ലസ് അനന്തേ മായാത ഉദ്യത് അപി തത് യത് ഇവ ഭാസി. തസ്മാത് അതുകൊണ്ട് അസത് സ്വരൂപം അസത്ത് സ്വരൂപത്തോടുകൂടിയും അസ്തധിഷ്ണം നിരസ്തമായ പ്രതിഭാസത്തോടുകൂടിയും സ്വപ്നാഭം സ്വപ്നത്തിന് തുല്യമായും പുരുദുഃഖ ദുഃഖം ഏറ്റവും ദുഃഖം അനുഭവിച്ച ശേഷം പിന്നെ ഏറ്റവും ദുഃഖത്തോടു കൂടിയതും അശേഷം സമസ്തവുമായ ഇതം ജഗത് ഈ യാതൊരു ലോകം മായാത മായയിൽ നിന്ന് ഉദ്യതവി ഉത്ഭവിച്ചതാണെങ്കിലും അനന്തി അത് അപരിഛിന്നനും നിത്യസുഖ ബോധ തനവും നിത്യാനന്ദവും ജ്ഞാനവുമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയിൽ തൊയ്യവ അങ്ങയിൽ തന്നെ സത് ഇവ സത്തെന്ന പോലെ ശോഭിക്കുന്നു. തസ്മാദിദം ജഗത് അശേഷ അസത് സ്വരൂപം സ്വപ്നാഭം അസ്തതിഷണം പുരുദുഃഖ ദുഃഖം ത്വയേവ നിത്യസുഖബോധ തനാവനന്ദേ മായാത ഉദ്യതപിയത് തദിവ ഭാസി. ശ്ലോകം 23.
ഏകസ്ത്വമാത്മാ പുരുഷപുരാണ സത്യസ്വയം ജ്യോതിരനന്ത ആദ്യ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്ത ഉപാധിതോ മൃതാം. ഏകഃ ത്വം ആത്മാ പുരുഷഃ പുരാണഃ സത്യഃ സ്വയം ജ്യോതിഃ അനന്ത ആദ്യഃ നിത്യഃ അക്ഷരഃ അജസ്രസുഖഃ നിരഞ്ജനഃ പൂർണ്ണഃ അദ്വയഃ മുക്ത ഉപാധിതഃ അമൃതഃ. ത്വം അങ്ങ് ഏകഃ, അങ്ങ് ഒരുവൻ മാത്രമായിരുന്നു. ആത്മാ ചേതനാണ്, പുരുഷഃ ജീവസ്വരൂപനാണ്, പുരാണ മുമ്പേ ഉള്ളത് ആദ്യമേ ഉള്ളവനാണ്, സത്യ നാശരഹിതനാണ്, സ്വയം ജ്യോതി സ്വയം പ്രകാശിക്കുന്നവനാണ്, അനന്തഃ ദേശകാലാദി പരിച്ഛേദമില്ലാത്തവൻ ആണ്. അതാണ് നാരായണീതി പറയുന്നത് കാലദേശാവധിഭ്യാം നിർമുക്ത. ആദ്യഃ കാര്യോൽപത്തിക്ക് മുമ്പുള്ളത്, സൃഷ്ടിക്ക് മുമ്പുള്ളവന്. നിത്യഃ നാശമില്ലാത്തവൻ. അക്ഷരഃ ക്ഷരം ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ, അപക്ഷയമില്ലാത്തവൻ. അജസ്രസുഖഃ എപ്പോഴും സുഖരൂപൻ. നിരഞ്ജനഃ ഒന്നിനോടും ചേർച്ചയില്ലാത്തവൻ. പൂർണ്ണഃ എങ്ങും നിറഞ്ഞവൻ. അദ്വയഃ പ്രതിപക്ഷം ഇല്ലാത്തവൻ. ഉപാധിതഃ ഉപാധിയിൽ നിന്ന് മുക്തഃ മോചിച്ചവൻ. അമൃതഃ മൃതി ഇല്ലാത്തവൻ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഏകനായ ഭഗവാൻ തന്നെയാണ് സത്യസ്വരൂപൻ. ആത്മാവ് ആയിരിക്കുന്നതിനാൽ തന്നെ ദൃശ്യമായ സകലവും ഭഗവാൻ ആത്മാവാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്. ഇനി ദൃശ്യപ്രപഞ്ചം മുഴുവനും അസത്യമാണ്. ദേഹാദി പ്രപഞ്ചത്തിന് ജന്മാദി വികാരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം എന്താണ്? അസത്യമാണ്. ഭഗവാനാണെങ്കിലോ ജന്മമില്ലാത്തവനാണ്, ആദ്യനാണ്. കാര്യത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ്, സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനാണ്. അതുകൊണ്ട് കാരണ സ്വരൂപനാണ്. അപ്പം എങ്ങും നിറഞ്ഞവനായതുകൊണ്ട് എപ്പോഴും സുഖസ്വരൂപനാണ്, നാശരഹിതനാണ്, അമൃതസ്വരൂപൻ ആണ്. ഭഗവാൻ അനന്തനാണ്, അദ്വയനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്, പൂർണ്ണനാണ്, പിന്നെ സ്വയം പ്രകാശിക്കുന്നതാണ്. ഏകസ്ത്വമാത്മാ പുരുഷപുരാണ സത്യം സ്വയം ജ്യോതിരനന്ത ആദ്യ നിത്യോക്ഷരോ അജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്ത ഉപാധിതോ മൃതാ. ശ്ലോകം 24. ഏവം വിധാ ത്വാം സകലാത്മനാമപി സ്വാത്മാനമാത്മതയാ വിചക്ഷതേ ഗുർവർഗലബ്ധോ ഉപനിഷത്സു ചക്ഷാം ഏതേ തരന്തീവ ഭവാനൃത അംബുതി. ഏവം വിധം ത്വാം സകല ആത്മനാം അപി സ്വ ആത്മാനം ആത്മതയാ വിചക്ഷതേ ഗുർവ അർക്ക ലബ്ധ ഉപനിഷത് സുചക്ഷുഷ ഏതേ തരന്തി ഇവ ഭവ അനൃത അംബുതി. ഏവം വിധം ഇപ്രകാരമിരിക്കുന്ന സകലാത്മാനം, സകലങ്ങളുടെയും സകല ആത്മാക്കളുടെയും സ്വാത്മാനം, സ്വാത്മാവായിരിക്കുന്ന ത്വം നിന്തിരുവടിയെ, എല്ലാത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന ഭഗവാനെ ഗുരുവർക്ക ലബ്ധോപനിഷത് സച്ചുഷ ഗുരുവാകുന്ന സൂര്യനിൽ നിന്ന് ലഭിച്ച ജ്ഞാനക്കണ്ണുകൊണ്ട് ആത്മതയ ആത്മാവിൻ്റെ ആത്മാവായിട്ട്
യാതൊരുത്തൻ വിചക്ഷതയെ കാണുന്നുവോ തേ അവർ ഭവ അനൃതാംബുദി സംസാരമാകുന്ന അസത്യമാകുന്ന സമുദ്രത്തെ തരന്തീവ കടക്കുന്നുവോ അതുപോലെ തോന്നുന്നു. അപ്പോൾ ഇവിടെ ദേഹാദികളിൽ ആത്മഭാവൻ ആയിരിക്കുന്ന ആത്മഭാവനയാകുന്ന അറിവില്ലായ്മ നിമിത്തമാണ് ഭഗവാൻ ആകുന്ന സത്യവസ്തുവിനെ നമ്മൾ കാണാതിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം എന്താണ്? അത് അജ്ഞാനമാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അജ്ഞാനം ആവുന്ന ഇരുട്ട് ഇല്ലാതാവണമെങ്കിൽ സൂര്യൻ ഉദിക്കണം. അപ്പോൾ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഗുരുവാകുന്ന സൂര്യൻ നശിപ്പിക്കും. അപ്പോൾ അറിവാകുന്ന കണ്ണിൻ്റെ ആവരണം നീങ്ങി സ്വരൂപ വെളിച്ചം ശ്രദ്ധിക്കും. അപ്പോൾ പരമാത്മാവ് തന്നെ താനെന്നറിയുന്നു. അപ്പം ജ്ഞാനചക്ഷുഷുകൾ കൊണ്ട് നോക്കുമ്പോൾ മാത്രമേ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുമ്പോൾ ഞാനും ബ്രഹ്മവും ഒന്നാണ്, അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് കടന്ന് നിത്യാനന്ദ സ്വരൂപമായിട്ട് മാറാൻ കഴിയും. ഏവം വിധാ ത്വാം സകലാത്മാനമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുർവർഗലബ്ധോപനിഷത്സു ചക്ഷുഷ ഏതേ തരന്തീവ ഭവാനൃതാംബുദീം. ജ്ഞാനക്കണ്ണുകൊണ്ട് നോക്കുന്നവന് ഈ സംസാരമാകുന്ന അർണവത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കടക്കാൻ സാധിക്കുന്നു. ശ്ലോകം 25. ആത്മാനമേവാത്മതയാ അവിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത് പ്രലീയതേ രജ്വാം അഹർ ഭോഗഭവാഭവൗ യഥാ. ആത്മാനം ഏവ ആത്മാവിനെ തന്നെ ആത്മതയാ ആത്മാവായിട്ട് അഭിജാനത അറിയാത്തവർക്ക് തേനയേവ അതുകൊണ്ട് തന്നെ നിഖിലം സമസ്തമായ പ്രപഞ്ചം ജാതമുണ്ടായി. ജ്ഞാനം കൊണ്ട് തത് അതിനെ ഭൂയോ വീണ്ടും പ്രലീയതേ ലയിക്കുന്നു. രജ്ജുവിൽ അകെ സർപ്പത്തിൻ്റെ ഭോഗഭവഭാവവും ശരീരത്തിൻ്റെ ഉൽപ്പത്തിയും നാശവും എപ്രകാരമാണോ അതുപോലെയാണ്. അപ്പോൾ ആത്മാവ് തന്നെ യഥാർത്ഥമായ ആത്മാവെന്ന് ധരിക്കാതെ ദേഹാദികളെ ആത്മാവെന്ന് ധരിക്കുന്നവർ, ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം ഉണ്ടാകുന്നവർ, അവർക്ക് അജ്ഞാനമുണ്ടാകുന്നു. ഈ അജ്ഞാനം കൊണ്ട് സ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ രാത്രി നടക്കുമ്പോൾ ഒരു കയറ് കിടക്കുകയാണ്. അപ്പോൾ കയറിനെ പെട്ടെന്ന് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചു പോകും. എന്നാൽ അവിടെ പ്രകാശം വരുമ്പോഴോ അത് പാമ്പല്ല കയറാണെന്നുള്ള യഥാർത്ഥം മനസ്സിലാകുന്നു. അപ്പോൾ അതിനെയാണ് അധ്യാസ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാത്തത് അതെന്നുള്ള വിചാരം. ഇപ്പം കയറെന്ന് വിചാരിക്കാതെ അത് പാമ്പാണെന്ന് വിചാരിക്കുന്നു. അതാണ് അധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ് അല്ലാതിരിക്കുന്ന ദേഹങ്ങളിൽ ആത്മാവെന്നുള്ള ദേഹത്തിന് അധ്യാസം എന്ന് പറയുന്നു. അതിൻ്റെ അധിഷ്ഠാനത്തെ ശരിയായി അറിയുമ്പോൾ അധ്യാസം നശിക്കുന്നു. അപ്പോൾ കയറാണെന്ന് അറിവുണ്ടാകുമ്പോൾ പാമ്പാണെന്നുള്ള ബുദ്ധി നശിക്കുന്നു. അതുപോലെ ആത്മാവിനെ തന്നെ ആത്മാവായിട്ട് ധരിക്കുമ്പോൾ പ്രപഞ്ചം നശിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുവരെ ഉണ്ടായിരുന്ന അനർത്ഥവും നശിക്കുന്നു. ആത്മാനമേവാത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത് പ്രലീയതേ
രജ്വാമഹേർ ഭോഗ ഭവാഭവൗ യഥാ. ശ്ലോകം 26. അജ്ഞാന സംജ്ഞൗ ഭവബന്ധ മോക്ഷൗ ദൗനാമ നാന്യൗസ്ത ഋതജ്ഞഭാവാൻ അജസ്ര ചിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനി. അജ്ഞാന സംജ്ഞ ഭവബന്ധ മോക്ഷവും, സംസാരം കൊണ്ടുള്ള ബന്ധവും മോക്ഷവും. ദൗ 2. അജ്ഞാന സംജ്ഞ നാമ, അജ്ഞാനം കൊണ്ട് ഉള്ള പേരോട് കൂടി എന്നത് പ്രസിദ്ധമാകുന്നു. അപ്പോൾ സംസാരബന്ധമെന്നും അതിൽ നിന്ന് മോക്ഷമെന്നുള്ള 2 പേരുകൾ ആത്മസ്വരൂപ ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായി എന്ന് മാത്രമല്ലാതെ അങ്ങനെ 2 നാമങ്ങൾ ഇല്ല. പരമാർത്ഥ വിചാരം ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതായി അനുഭവപ്പെടും. അഖണ്ഡ ജ്ഞാനാനന്ദ സ്വരൂപനും പ്രകൃതിയിൽ നിന്ന് ബന്ധപ്പെട്ട് ദൂരെ ഇരിക്കുന്നതുമായ നിത്യശുദ്ധനുമായ ആത്മാവിന് അജ്ഞാനമോ അത് നിമിത്തമുള്ള ബന്ധമോ ഇല്ല. പിന്നെ അജ്ഞാനവും ബന്ധം ഉണ്ടാകുന്നത് ദേഹത്തിനാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു. അവസാനം മോക്ഷവും ഇല്ല എന്നുള്ള ഭാവത്തിൽ എത്തുന്നു. അപ്പോൾ സൂര്യൻ എപ്പോഴും ഒരുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ രാത്രിയും പകലും അനുഭവപ്പെടുന്നു. രാത്രിയും പകലും ഉണ്ടാക്കുന്ന സൂര്യനാണോ? അല്ല, സൂര്യൻ എപ്പോഴും ഒരുപോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമി സൂര്യനെ മറയ്ക്കുന്നത് കൊണ്ടാണ് ആ ഭാഗം ഇരുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സൂര്യനിൽ ഇരുട്ടെന്ന് പറഞ്ഞതില്ല. നമ്മൾ പറയും സൂര്യ അസ്തമിക്കുമ്പോൾ ഇരുട്ടാകുന്നു എന്ന്. അതുപോലെയാണ് ഇവിടെ ബന്ധവും മോക്ഷവും എന്ന് പറയുന്നത്. അജ്ഞാന സംജ്ഞൗ ഭവബന്ധ മോക്ഷൗ ദൗനാമ നാന്യൗസ്ത കൃതജ്ഞഭാവാത് അജസ്രപിത്യാത്മനി കേവലേ പരേ വിചാര്യമാണോ തരണാവിവാഹനി. തരണം എന്ന് വെച്ചാൽ സൂര്യൻ, അഹനി രാവും പകലും എന്ന പോലെ കൃതജ്ഞഭാത് സത്യമായും ആനന്ദമായും ഇരിക്കുന്ന ഭാവത്തിൽ നിന്ന് അന്യങ്ങളായിട്ട് നസ്ത ഒന്നും ഭവിക്കുന്നില്ല. ശ്ലോകം 27. ത്വമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോ അജ്ഞ ജനതാ അജ്ഞതാ. ത്വം ആത്മാനം പരം മത്വാ പരം ആത്മാനമേവ ച ആത്മാ പുനഃ ബഹിർമൃഗ്യ അഹോ അജ്ഞ ജനത അജ്ഞത. ആത്മാനം ആത്മാവായിരിക്കുന്ന ത്വം അങ്ങയെ പരം അന്യനെന്നും പരം അനാത്മത്തെ ആത്മാവേവ ആത്മാവെന്നും മത്വ വിചാരിച്ചിട്ട് പുനഃ പിന്നെ ആത്മാവ് ബഹി പുറമേ മൃഗ്യ തിരയേണ്ടതാണെന്ന് വിചാരിക്കുന്ന അജ്ഞജനത അജ്ഞത. അജ്ഞ അറിവില്ലാത്ത ജനസമൂഹത്തിൻ്റെ അജ്ഞാനഭാവം. അഹോ, ആശ്ചര്യം തന്നെ. അപ്പോൾ ആത്മാവിനെ അനാത്മാവെന്ന് വിചാരിക്കും, അനാത്മാവിനെ ആത്മാവെന്ന് വിചാരിക്കും. ഇവരുടെ അജ്ഞാനം അഹോ എന്നാണ് പറയുന്നത്, ആശ്ചര്യം തന്നെയാണ്. ആത്മാവിൻ്റെ പരമാർത്ഥ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ച സംസാരബന്ധം ആത്മജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ആത്മജ്ഞാനം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നുള്ളൂ. അതുപോലെ ഭഗവാനെ ആ വിധം ആത്മാവായിട്ട് ധരിക്കാതെ ആത്മാവിൽ നിന്ന് അന്യനായിട്ട് ധരിക്കുന്നു. ഗൃഹാന്തർഭാഗങ്ങൾ നഷ്ടമായ പദാർത്ഥത്തെ കാട്ടിനുള്ളിൽ തിരയുന്നത് പോലെയാണ്. വീട്ടിലാണ് ഒരു കാര്യം നഷ്ടപ്പെട്ടത്, പക്ഷെ അതിനെ ചെന്ന് കാട്ടിൽ തിരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഈ അജ്ഞത
മനസ്സിലാക്കുമ്പോൾ അത് ആശ്ചര്യമായിട്ട് തോന്നുന്നു. പരമാർത്ഥ ജ്ഞാന നിമിത്തം സംസാര സമുദ്രം തരണം ചെയ്യാൻ സാധിക്കുന്നു. ത്വമാത്മാനം പരം മത്വാ ച പരമാത്മാനമേവ ച ആത്മം പുനർബഹിർമൃഗ്യ അഹോ അജ്ഞജനതാജ്ഞതാം. ശ്ലോകം 29. അന്തർഭവേ അനന്ത ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗന്തി സന്ത അസന്തമപ്യന്തി അഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. അന്തർഭവേ അനന്ത ഭവന്തമേവ ഹി അതത് ത്യജന്തഃ മൃഗയന്തി സന്തഃ അസന്തം അപി അസന്തം അപി. അന്തി അഹി അന്തരേണ സന്തം ഗുണം തം കിമു യന്തി സന്തഃ. അനന്ത, ഹേ സർവവ്യാപി അനന്ത സ്വരൂപമുള്ളവനെ, അല്ലെങ്കിൽ വിഭജിക്കാൻ സാധിക്കാത്തവനെ, അപരിച്ഛിന്ന സ്വരൂപ. അന്തർഭവേ, സംസാര മധ്യത്തിൽ തന്നെ, സന്തഃ സത്തുക്കൾ സജ്ജനങ്ങൾ, ഭവന്തമേവ അങ്ങയെ, അതല്ലാത്തതിനെ, അതായത് ജഡത്തെ ത്യജന്ത ത്യജിക്കുന്നവരായിട്ട് മൃഗയന്തി അന്വേഷിക്കുന്നു. അന്തി സമീപത്തിൽ, അസന്തമവി ഇല്ലാത്തത് ആണെങ്കിലും, അഹിം അന്തരേണ സർപ്പത്തെ നിഷേധിക്കാതെ കണ്ട്, അന്തി സമീപത്തിൽ, സന്തം വർത്തിക്കുന്ന തം ഗുണം ആ രജ്ജുവിനെ, സന്തഹ സത്തുക്കൾ എന്തിക്കുമോ അറിയുന്നുണ്ടോ. അപ്പോ കയറില് പാമ്പ്, ഇരുട്ടത്ത് കയറിനെ പാമ്പായി വിചാരിക്കുന്നു. എന്നാൽ പ്രകാശം വരുമ്പോഴോ അത് പാമ്പല്ല, കയറാണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ സമീപത്തിൽ ഇല്ലാത്തതാണ് സർപ്പമെങ്കിലും, സർപ്പമെന്നുള്ള ജ്ഞാനത്തോടുകൂടി നിഷേധിക്കാതിരുന്നാൽ അന്തികത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ കയറിനെ രജ്ജു ഒന്ന് കയറെന്ന് ധരിക്കുമോ? ഇല്ല. അപ്പോൾ അത് കയറിനെ പാമ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനമില്ലെങ്കിൽ പാമ്പ് തന്നെ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. പക്ഷേ പ്രകാശം വരുമ്പോൾ, ജ്ഞാനപ്രകാശം വരുമ്പോൾ അത് പാമ്പാണെന്ന് മനസ്സിലാകും. രജ്ജു സത്യമാണ്, എന്നാൽ സർപ്പമാണെങ്കിലോ അസത്യമാണ്. അപ്പോൾ കയറിൽ സർപ്പം അത്യസ്തം, അധിഷ്ഠാനം എന്താണ്? കയറാണ്. അതിൽ ആരോപിക്കുന്നതാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് അത്യസ്തം, അതായത് ആ കയറിൽ പാമ്പെന്ന് നമ്മൾ ആരോപിച്ചിരിക്കുന്നു. ശരിക്കും അതിൻ്റെ അധിഷ്ഠാനം എന്താണ്? കയറാണ്. അപ്പൊ അത്യസ്തമായ സർപ്പത്തെ അപവദിക്കുമ്പോൾ അധിഷ്ഠാനമാകുന്ന രജ്ജുവിൻ്റെ സ്ഥാനമുണ്ടാകും. ഇത് പാമ്പല്ല, കയറ് തന്നെയാണ് എന്നുള്ള ബോധമുണ്ടാകുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകുന്നു. ഇതുപോലെ ദേഹാദി പ്രപഞ്ചം അത്യസ്തമാണ്, ഇല്ലാത്തതാണ്. ആത്മാവാണെങ്കിലോ അധിഷ്ഠാനമാണ്. അപ്പൊ അത്യസ്തമായ പ്രപഞ്ചത്തിന്റെ അപവാദം സിദ്ധിക്കുമ്പോൾ അധിഷ്ഠാനമായ ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനമുണ്ടാകുന്നു. ഈ പ്രപഞ്ചം സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിൻ്റെ അധിഷ്ഠാനമായ ആത്മാവാണ് സത്യമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ ദേഹം എന്താണ്? അത് ജഡവസ്തുവാണ്. മനസ്സെന്താണ്? ബുദ്ധി എന്താണ്? എന്നിങ്ങനെ വിചാരിച്ച് ദേഹാദികളൊന്നും ആത്മാവല്ല. ദേഹാത്മാവാണോ? അല്ല. മനസ്സാത്മാവാണോ? അല്ല. ബുദ്ധി ആത്മാവാണോ? അല്ലോ? അല്ല. അപ്പം നേതി ഇതല്ല, അല്ല എന്ന് പറഞ്ഞ് അവസാനം ഏതിൽ ചെന്നെത്തുന്നുവോ അതാണ് എന്തോന്ന്? ആത്മാവെന്ന് പറയുന്നത്. അതുകൊണ്ട് സത്തിൻ്റെ ജ്ഞാനത്തിന് ഹേതുവായ അപവാദം വിചാരത്താൽ ചെയ്യേണ്ടതാകുന്നു. ഇതല്ല എന്ന് പറഞ്ഞ് അവസാനം ഇത് ആത്മാവിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നു. അന്തർഭവേനന്ദ ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്തി അഹിമന്തരേണ
സന്തം ഗുണന്തം കിമുയന്തി സന്തഹ. ശ്ലോകം 29. അഥാപിതേ ദേവ പദാംബുജദ്വയ പ്രസാദലേശ അനുഗ്രഹീത ഏവ ഹി ജാനാതി ത്വം ഭഗവന്മഹിംനോ നാചാന്യേകോപി ചിരം വിജന്വൻ. അഥ അപി തേ ദേവ പദാംബുജദ്വയ പ്രസാദലേശ അനുഗ്രഹീത ഏവ ഹി ജാനാതി ത്വം ഭഗവൻ മഹിംനഃ ന ച അന്യ ഏകഃ അപി ചിരം വിജിന്വൻ. അഥാപി എങ്കിലും ഭഗവൻ, ഹേ ഭഗവാനെ, ദേവ ബഹുവിധ സൃഷ്ടി ലീലാദികൾ നടത്തുന്നവനെ, തേ അങ്ങയുടെ പദാംബുജ ദ്വയപ്രസാദ ലേശാനുഗ്രഹീത ഏവ ഭക്തി നിമിത്തമുണ്ടാകുന്ന പ്രസാദത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമാണ് ഞാൻ. മഹിംന, ബ്രഹ്മാവ് പറയുന്നതാണ്. മാഹാത്മ്യത്തിൻ്റെ തത്വം, സൂക്ഷ്മത്തെ ജാനാതി അറിയുന്നു. അപ്പോൾ ആദ്യം എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. ഞാൻ മായയിൽ മോഹിച്ചു പോയാണ് ഈ പശുക്കുട്ടികളെയൊക്കെ മറച്ചത്. ഇപ്പോഴാണ് എനിക്ക് ആ ആത്മജ്ഞാനമുണ്ടായി. മറ്റുള്ളവർ ഏകാന്തത്തിൽ ഒരുവനായിരുന്ന് ചീരം വളരെ കാലം വിജിന്വൻ അഭി വിചാരം ചെയ്യുന്നവനാണെങ്കിലും ന ജാനാതി അറിയുന്നില്ല. അപ്പോൾ പരിപൂർണ ഐശ്വര്യ സ്വരൂപനും സൃഷ്ട്യാദി ലീലകൾ, ബഹുവിധ ലീലകൾ കൊണ്ട് ക്രീഡിക്കുന്നവനുമായ ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിക്കുന്നവനായി ഏതൊരുവൻ സർവദാ ഉപാസിക്കുന്നുവോ അവനെക്കുറിച്ച് മാത്രം അങ്ങ് സന്തോഷിക്കുന്നു. അങ്ങയുടെ ആ വിധത്തിലുള്ള കാരുണ്യത്തെ പ്രാപിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരുവൻ മാത്രം അങ്ങയുടെ മാഹാത്മ്യം അറിയുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഏകാന്ത സ്ഥലത്തിരുന്ന് ബഹുകാലം വിചാരിച്ചു കൊണ്ടിരുന്നാലും അവൻ അങ്ങയുടെ തത്വം അറിയുന്നില്ല. അതിനാൽ അങ്ങയുടെ പദാംബുജത്തിലെ ഭക്തി ഉണ്ടാകണം. യോഗീന്ദ്രാണാം തദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ. യോഗികാർ ഭഗവാന്റെ ആ അവയവങ്ങളിൽ ഏറ്റവും മധുരമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ആ പാദാംബുജമാണ്. അവിടെ ഭട്ടതിരി പറയും, നിത്യം ചിത്തസ്ഥിതമ്മേ, അതെൻ്റെ ഹൃദയത്തിൽ അമർന്ന് ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. അതെൻ്റെ ഹൃദയത്തിൽ അമർന്ന് എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി എന്നെ സന്തോഷത്തിൽ ആറാടിക്കണമേ. അഥാപിതേ ദേവ പദാംബുജദ്വയ പ്രസാദലേശാനുഗ്രഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ചാന്യ ഏകോപി ചിരം വിജിന്വൻ. ശ്ലോകം 30. തതസ്തു മേ നാഥ സ ഭൂരിഭാഗോ ഭവേത്രമാന്യത്ര തുവാതിരശ്ചാം ഏനാകമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. തതഃ തു മേ നാഥ സഹ ഭൂരിഭാഗഃ ഭവേ അത്ര വാ അന്യത്ര തു വാ തിരശ്ചാം യേന അഹം ഏകഃ അപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. നാഥ, ഹേ സ്വാമിൻ, അത് ഹേതുവായിട്ട് മേ എനിക്ക് സഭൂരിഭാഗഃ ആ മഹാഭാഗ്യം അസ്തു ഭവിക്കട്ടെ. ഏതൊരു ഭാഗ്യത്താൽ അഹം ഞാൻ അത്ര ഭവേ ഈ ജന്മത്തിലോ തിരശ്ചാം ഏവ തിര്യക്കുകളുടെ ജന്മത്തിലോ, അതായത് പക്ഷിമൃഗാദികളുടെ ജന്മത്തിലോ, അന്യത്ര തുവ മറ്റേതെങ്കിലും ജന്മത്തിലോ, ഭവജ്ജനാന അങ്ങയുടെ ആൾക്കാരുടെ മധ്യത്തിൽ ഏകഘാപി ഒരുവനായിട്ടെങ്കിലും ഭൂത്വ ഭവിച്ചിട്ട് തവ അങ്ങയുടെ പാദപല്ലവം മൃദുവായ പാദത്തെ നിഷേവേ സേവിക്കുമോ. അപ്പോൾ എനിക്ക് അങ്ങയുടെ പാദത്തെ സേവിക്കാനുള്ള അവസരം കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഞാൻ നിന്തിരുവടിയുടെ പാദപത്മത്തെ സേവിക്കുന്നവരായ അങ്ങയുടെ സംബന്ധികളുടെ വർഗത്തിൽ, അതായത് വൃന്ദാവനത്തിൽ ഒരുവനായി ഭവിച്ച്, ഇപ്പോൾ ബ്രഹ്മ പറയണ വൃന്ദാവനത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും എനിക്ക് ജനിക്കാൻ
അവസരമുണ്ടായാൽ എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കും. മറ്റൊന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മാവിന് അധപതനമില്ല, എങ്കിലും ഭക്തി അതിശയ നിമിത്തം ഇങ്ങനെ പറഞ്ഞതാണ്. ഭക്തന്മാരുടെ ഭാവം വിനീതമായിരിക്കണം എന്ന അഭിപ്രായം. അപ്പം അങ്ങയുടെ ആളുകളുടെ കൂട്ടത്തിൽ, അതായത് വൃന്ദാവനത്തിൽ എന്തെങ്കിലും ഒരു ചെടിയായിട്ടോ ഒരു വൃക്ഷമായിട്ടോ ഒരു ജീവിയായിട്ടോ എങ്ങനെയെങ്കിലും എനിക്കൊരു ജന്മമുണ്ടായാൽ അതെൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതും. കാരണം എന്താണ്? അങ്ങയുടെ പാദധൂളികൾ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ പാദധൂളികൾ നിറഞ്ഞതാണ് വൃന്ദാവനം. തതസ്തുമേ നാഥ സഭൂരി ഭാഗോ ഭവേത്രവാന്യത്ര വാത്തു തിരശ്ചാം ഏനാകമേകോ വിഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ബ്രഹ്മാവിൻ്റെ സ്തുതി ഇന്നിവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത ക്ലാസ്സിൽ തുടരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.